ആദ്യം ഇതൊന്ന് കേൾക്കൂ. ലീഗ് വീടുണ്ടാക്കി തന്നിട്ട് നിങ്ങളെ താമസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ആ പൈസ തിരിച്ചു വാങ്ങി സർക്കാരിന്റെ പദ്ധതിയിൽ അവർ ചേരുകയാണ് വേണ്ടത്. 4 മൈക്ക് കണ്ടപ്പോൾ സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട് ആർത്തുല്ലസിച്ച് അട്ടഹസിച്ച അങ്ങയുടെ വാക്കുകളൊക്കെ തകർന്നു തരിപ്പണമായിരിക്കുന്നു. ഫെബ്രുവരി 28-ന് വയനാട്ടിൽ മുസ്ലിം ലീഗ് ആദ്യഘട്ടത്തിൽ നിർമ്മിച്ച 51 വീടുകളുടെ താക്കോൽദാനം നടക്കുകയാണ്. അങ്ങ് ആരെയായിരുന്നു വെല്ലുവിളിച്ചത്? തലചായ്ക്കാൻ ഒരു കൊച്ചു കൂരയെന്ന സ്വപ്നം അകലെ നിന്ന ആയിരങ്ങൾക്ക് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ആയിരക്കണക്കിന് കാരുണ്യ ഭവനങ്ങൾ ഒരുക്കിക്കൊടുത്ത മുസ്ലിം ലീഗിനെയായിരുന്നു അങ്ങ് വെല്ലുവിളിച്ചത്. മുസ്ലിം ലീഗിന് ഇത് സാധിക്കില്ല എന്ന് താങ്കൾ വിളിച്ചു പറഞ്ഞു. അത് തടസ്സപ്പെടുത്താൻ അങ്ങ് 1000 ജന്മം ജനിക്കണം. ജീവിതത്തിൽ ഇന്നുവരെ ഒരു കോഴിക്കോട് പോലും അപരന് സ്വന്തമായി നൽകാത്ത താങ്കളാണോ മുസ്ലിം ലീഗിന്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളെ വെല്ലുവിളിക്കുന്നത്? ഓർമ്മയുണ്ടോ താങ്കൾക്ക് അന്നത്തെ ആ ദിവസം? ഒരു ജനതയുടെ സ്വപ്നങ്ങൾ ഒന്നാകെ കുത്തിയൊലിച്ചു പോയ ദുരന്തമുഖത്ത് അന്നു മുതൽ ഇന്ന് വരെ ജ്വലിച്ചു നിന്നൊരു പ്രസ്ഥാനമുണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ പാവങ്ങൾക്ക് മുസ്ലിം ലീഗ് വീട് നിർമ്മിച്ചു നൽകുന്നു എന്ന ഒറ്റ കാരണത്താൽ പല തടസ്സവാദങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് മുടക്കാൻ നോക്കിയിരുന്നു നിങ്ങളൊക്കെ. ഗവൺമെന്റ് സംവിധാനങ്ങൾ പോലും കണ്ണും മീച്ച് നിന്നെടുത്ത് രക്ഷാപ്രവർത്തനവും പുനരധിവാസ പാക്കേജുകളുമായി നിറഞ്ഞു നിന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. മിസ്റ്റർ ജലീൽ സാഹിബ്, നിങ്ങൾക്കിപ്പോൾ രാത്രിയിൽ നന്നായി ഉറങ്ങാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്കിനി ഉറക്കം നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ കുറെ കാലങ്ങളായി ഉറക്കം നഷ്ടപ്പെട്ട ഒരു ജനത നാളത്തെ രാത്രി മുതൽ സർവ്വ സുരക്ഷിതത്വത്തിന്റെയും ഇളം തെന്നൽ ശ്വസിച്ച് ലീഗ് നിർമ്മിച്ച വീടിൽ സുഖമായി ഉറങ്ങട്ടെ. ഇന്ന് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ സ്നേഹം കൊണ്ട് അടുക്കി വെച്ച നാണയത്തുട്ടുകൾ സമാഹരിച്ച് പണിത കൊട്ടാരങ്ങൾ ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ അഭിമന്യനായ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പ്രഖ്യാപിച്ചതെങ്കിൽ അത് യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഈ സഞ്ചാരത്തിൽ ഞങ്ങളെ കാത്തിരിക്കുന്ന ആളുകൾക്ക് തണലേകാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സജ്ജമായി ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും.